ഹരി മോനെ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. അമ്മമോള് നിന്നെ കാത്തിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. നീ കൊടുത്താലേ അവള് ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിച്ചിരിക്കുകയാണ്. ഒന്ന് വേഗം വാ മോനെ. ഹരികൃഷ്ണൻ ഒരു ഡോക്ടറാണ്. ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി എന്നത്തെയും പോലെ രാവിലെ ഒരുങ്ങുകയായിരുന്നു അവൻ. അപ്പോഴാണ് താഴെ നിന്നും മോള് കരഞ്ഞിട്ട് അമ്മ അവനെ വിളിക്കുന്നത്. ഹരിയുടെ എല്ലാം ഇന്ന് അവന്റെ മകൾ അമ്മുവാണ്. ഒരു വർഷം മുന്നേ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ ഹരിയുടെ എല്ലാമായിരുന്ന ഭാര്യ പാർവതി എന്നേക്കുമായി ഹരിയെയും മോളെയും വിട്ടുപോയി. തന്റെ ഭാര്യയുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ശേഷം ഒരു നേർരേഖയിലായിരുന്നു ഹരിയുടെ ജീവിതം. ഹോസ്പിറ്റലും വീടും മാത്രം. വീട്ടിലെത്തിയാൽ അമ്മുക്കുട്ടി മാത്രമായി പിന്നീട് അവന്റെ ലോകം. പാർവതിയുടെ ഓർമ്മകൾ ഇന്നും ഹരിയുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഹരിക്ക് കുറച്ചൊരാശ്വാസം കിട്ടുന്നത് അമ്മുക്കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കുമ്പോഴാണ്. ഹരി ഓരോന്നോർത്തുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും താഴെ നിന്നും വിളി വന്നത്. ഇത്തവണ വിളിച്ചത് അമ്മുക്കുട്ടിയാണ്. ഇനിയും വൈകി കഴിഞ്ഞാൽ അവൾ വെറുതെയെങ്കിലും കരയാൻ തുടങ്ങുമെന്നറിയാവുന്നതുകൊണ്ട് ഹരി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് ഇറങ്ങി. മുകളിൽ നിന്നും ഹരി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അച്ചമ്മയുടെ ഒക്കത്തിരിക്കുകയായിരുന്ന അമ്മുക്കുട്ടി അവിടെ നിന്നും ചാടി ഇറങ്ങി അച്ഛന്റെ അടുത്തേക്ക് ഓടി. തന്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് ഓടി വരുന്ന അമ്മുക്കുട്ടിയെ ഹരി വാരി പുണർന്നുകൊണ്ട് കയ്യിലെടുത്തു. അമ്മുക്കുട്ടി, അച്ഛന്റെ കുട്ടി വാ. എന്താ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അച്ഛൻ എപ്പോഴും മോൾക്ക് ഭക്ഷണം വാരി തരാൻ കഴിയോ? അച്ഛന് ജോലിക്ക് പോണ്ടേ? തന്റെ പൊന്നു മോളുടെ തലയിൽ തലോടിക്കൊണ്ട് ഹരി ചോദിച്ചു. വേണ്ട, അച്ഛൻ ജോലിക്ക് പോണ്ട, നമുക്ക് കളിക്കാൻ പോവാ. ഹരിയുടെ ചോദ്യം കേട്ടപ്പോൾ ഒക്കത്തിരുന്നു കൊണ്ട് അമ്മുക്കുട്ടി പറഞ്ഞു. അമ്മുക്കുട്ടി കൊഞ്ചി പറഞ്ഞത് കേട്ടപ്പോൾ ഹരി അമ്മുക്കുട്ടിയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ അമ്മുമോളെ, ജോലിക്ക് പോയാലല്ലേ അച്ഛന് ഒരുപാട് പൈസ കിട്ടുള്ളൂ. പൈസ കിട്ടിയാലല്ലേ അമ്മുമോൾക്ക് നല്ല കളിപ്പാട്ടങ്ങളും ഉടുപ്പും ചോക്ലേറ്റും ഒക്കെ വാങ്ങി തരാൻ പറ്റൂ. എന്നാൽ അച്ഛൻ പോയിക്കോ, വരുമ്പോൾ കളിപ്പാട്ടം കൊണ്ടുവരാൻ മറക്കില്ലല്ലോ അച്ഛാ. അമ്മുക്കുട്ടി ഹരിയുടെ രണ്ട് കവിളിലും കൈവച്ച് അവന്റെ കണ്ണിലേക്ക് നോക്കി ഹരിയോട് പറഞ്ഞു. ഓക്കേ, അപ്പോ അച്ഛന്റെ സുന്ദരിക്കുട്ടി വാ, നമുക്ക് ചായ കുടിക്കാം. അച്ഛന് ജോലിക്ക് പോകാൻ സമയമായി. ഹരി അമ്മുക്കുട്ടിയെ എടുത്ത് ഡൈനിങ് ടേബിളിനടുത്തുള്ള കസേരയിൽ ഇരുന്നു. മോന്റെയും കൊച്ചുമോളുടെയും സംസാരം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഹരിയുടെ അമ്മ അപ്പോൾ അവനോട് പറഞ്ഞു. മോനെ ഹരി, നിന്നെ ബുദ്ധിമുട്ടാക്കിയതല്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അമ്മുമോൾ കേൾക്കാഞ്ഞിട്ടാണ്. അതൊന്നും സാരമില്ലമ്മേ, ഇന്ന് അമ്മുമോൾക്ക് ചായ ഞാൻ കൊടുത്തോളാം. അമ്മ ചായ എടുത്തു വെച്ചേ. അവൾക്ക് ഇഷ്ടമുള്ള ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അമ്മ അതെല്ലാം എടുത്തു കൊടുത്തു. അച്ഛന്റെ മടിയിൽ ഇരിക്കുകയായിരുന്ന അമ്മുക്കുട്ടി പ്ലേറ്റിലുള്ള ഇഡ്ഡലി കണ്ടപ്പോൾ കയ്യിലെടുത്ത് ഒന്ന് കടിച്ചു. എന്നിട്ട് ഹരിയെ നോക്കി പറഞ്ഞു, എനിക്ക് അച്ഛൻ വാരി തന്നാൽ മതി. അമ്മുക്കുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ ഹരികൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അമ്മുക്കുട്ടിയോട് പറഞ്ഞു. അതിനെന്താ അമ്മുക്കുട്ടി, ഇത് അച്ഛന്റെ കുട്ടിയല്ലേ. അച്ഛന്റെ കുട്ടിക്ക് അച്ഛനല്ലാതെ പിന്നെ ആരാ വാരി തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇഡ്ഡലി എടുത്ത് അമ്മുമോൾക്ക് കഴിക്കാൻ വായിൽ വെച്ചു കൊടുത്തു. അവൾ സന്തോഷത്തോടെ കഴിച്ചു തുടങ്ങി. അച്ഛന്റെയും മകളുടെയും സ്നേഹപ്രകടനം കണ്ടുകൊണ്ട് അവരുടെ അടുത്ത് നിന്നിരുന്ന ഹരിയുടെ അമ്മ തമാശയായി പറഞ്ഞു. ഓ, ഒരച്ഛനും മോളും വന്നിരിക്കുന്നു. ഞാൻ ഇതുമായിട്ട് എത്ര നേരമായി പിന്നാലെ നടക്കുന്നതെന്നറിയോ? അച്ഛൻ തന്നാൽ മാത്രമേ നിനക്ക് ഇറങ്ങുള്ളൂ, അല്ലേടി കള്ളി. അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ അച്ഛമ്മ മാത്രമേ ഉണ്ടാവൂ എല്ലാത്തിനും. അത് ഓർമ്മ വേണം കേട്ടോ. അച്ഛമ്മയുടെ സംസാരം കേട്ടപ്പോൾ അച്ഛന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് അച്ഛമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മുക്കുട്ടി കുഞ്ഞു പല്ലുകൾ മുഴുവൻ കാട്ടിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. അച്ഛന്റെ മടിയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മുക്കുട്ടി ഹരിയോട് ഒരു കാര്യം ചോദിച്ചത്. അച്ഛാ, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുവാവന്റെ അമ്മ ആ വാവയെ എടുത്ത് കളിപ്പിക്കുന്നുണ്ടല്ലോ. അമ്മുമോളെ അമ്മ എവിടെ പോയി? എന്താ അമ്മുമോളെ കളിപ്പിക്കാൻ അമ്മ വരാത്തേ? അമ്മുമോളുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഹരി പ്രതീക്ഷിച്ചില്ല. മകളോടൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഹരിയുടെ മുഖം പെട്ടെന്ന് മാറി. തന്റെ മകളുടെ ചോദ്യം കേട്ടപ്പോ എന്തു പറയണമെന്നറിയാതെ ഹരി വിഷമിച്ചു. അത് കേട്ടുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന അമ്മ അമ്മുക്കുട്ടിയോട് പറഞ്ഞു. അമ്മുമോളെ അമ്മ വരും ട്ടോ. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതല്ലേ, അച്ഛമ്മ പറഞ്ഞിട്ടില്ലേ അമ്മുമോളോട്? അത് കേട്ടപ്പോൾ അമ്മുമോൾ ഹരിയോട് പറഞ്ഞു. അമ്മയുടെ അസുഖം എന്താ ഇത്രയും ദിവസമായിട്ട് മാറാതെ അച്ഛാ? എപ്പോ ചോദിച്ചാലും വരുമെന്ന് മാത്രമേ പറയൂ. അമ്മുമോൾക്ക് അമ്മയെ കാണാൻ കൊതിയാകുന്നുണ്ട്. അച്ഛൻ വരുമ്പോ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരോ? തന്റെ മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ അറിയാതെ ഹരിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പാർവതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മുക്കുട്ടിക്ക് എന്ത് സന്തോഷമായേനെ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ അമ്മയില്ലാത്ത കുട്ടിയായി എന്റെ മോള് വളരേണ്ടി വന്നല്ലോ. അമ്മുക്കുട്ടിയുടെ മുഖം കാണുമ്പോൾ വിഷമമാണ്. ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അമ്മുക്കുട്ടിയുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ കള്ളം പറഞ്ഞു മടുത്തു. മനസ്സിൽ ഓരോന്നോർത്തുകൊണ്ട് ഹരി അമ്മുക്കുട്ടിയോട് പറഞ്ഞു. അമ്മയുടെ അസുഖം മാറിയാലല്ലേ മോളെ കൊണ്ടുവരാൻ പറ്റൂ.
അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി നോക്കട്ടെ, അസുഖം മാറിയാൽ എന്തായാലും കൂട്ടിക്കൊണ്ടുവരാം. എന്നാൽ അച്ഛൻ പോയി വരാട്ടോ, അച്ഛമ്മയുടെ കൂടെ നല്ല കുട്ടിയായി ഇവിടെ ഇരിക്കണം, കുസൃതി ഒന്നും കളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് അമ്മുമോളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്ത് അവളെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്ന ഹരിയുടെ പിന്നാലെ ഓടി വന്ന് അമ്മ അവനോട് ചോദിച്ചു, പിന്നെ മോനെ ഹരി, ആ ദാസേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നോ? അയാൾ ഒരു ജോലിക്കാരിയുടെ കാര്യം പറഞ്ഞിരുന്നു, ആളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരാഴ്ചയായി ഒരു വിവരവുമില്ല. നീ വരുമ്പോൾ കാണുകയാണെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്കണേ മോനെ. അമ്മയ്ക്കാണെങ്കിൽ എല്ലാ ജോലിയും കൂടി ചെയ്യാൻ വയ്യ മോനെ. അമ്മുക്കുട്ടിയെ കൂടി നോക്കണ്ടേ? അവളെ നോക്കാൻ തന്നെ വേണം 2 പേര്. ആ ശോഭ ജോലിക്ക് വരുമ്പോൾ കുറച്ച് ആശ്വാസമായിരുന്നു. ഇപ്പൊ അവൾ ഇവിടെ വീട് മാറിപ്പോയതിനു ശേഷം ആകെ ബുദ്ധിമുട്ടായി. അമ്മുക്കുട്ടിയെ ഒക്കത്തി ഇരുത്തിക്കൊണ്ട് അമ്മ ഹരിയോട് പറഞ്ഞു. അമ്മ പറയുന്നത് കേട്ടപ്പോൾ ഹരി അമ്മയെ നോക്കി. വരുന്ന വഴിക്ക് ഞാനൊന്ന് ദാസേട്ടന്റെ വീട്ടിൽ കയറി നോക്കട്ടെ, പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറയാം, ഹരി അമ്മയോട് പറഞ്ഞു. ശരി മോനെ, അമ്മ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്, എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ വയ്യാത്ത കൊണ്ടാണടാ. അമ്മ പറഞ്ഞത് ശരിയാണ്. അമ്മുക്കുട്ടിയെയും വീട്ടുജോലിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ പറയുന്നത്. ഹരി മനസ്സിൽ വിചാരിച്ചു. ഞാൻ നോക്കാം, വളരെ പെട്ടെന്ന് തന്നെ ഒരു ജോലിക്കാരിയെ ആരെയെങ്കിലും കൊണ്ടുവരാൻ ദാസേട്ടനോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അമ്മുക്കുട്ടിയെ ഒന്നുകൂടി വിളിച്ചു. മോളെ അമ്മുക്കുട്ടി, അച്ഛൻ പോയി വരാട്ടോ, വെറുതെ കുസൃതി കളിച്ച് അച്ഛമ്മയെ ബുദ്ധിമുട്ടിക്കരുതിട്ടോ എന്ന് പറഞ്ഞ് ഹരി കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയി. അന്നുച്ചയ്ക്ക് ഹരിയുടെ മൊബൈലിലേക്ക് അമ്മയുടെ ഫോൺ വന്നു. ഡ്യൂട്ടിക്കിടയിലായിരുന്നത് കൊണ്ട് ഹരിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. അമ്മുമോൾ ഇടയ്ക്ക് അമ്മയുടെ ഫോൺ എടുത്ത് വെറുതെ വിളിച്ചു നോക്കാറുണ്ട്, അതായിരിക്കുമെന്നാണ് അവൻ ആദ്യം കരുതിയത്. എന്നാൽ തുടർച്ചയായി വീണ്ടും ഫോൺ വന്നപ്പോഴാണ് ഹരി ഫോൺ എടുത്ത് നോക്കിയത്. നോക്കുമ്പോൾ അമ്മയാണ്. കോൾ എടുത്ത പാടെ അമ്മയുടെ കരച്ചിലാണ് ഹരി കേൾക്കുന്നത്. അതിനിടയിലൂടെ അമ്മുകുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിലും കേൾക്കുന്നുണ്ട്. ഫോണിൽ കൂടി 2 പേരുടെയും കരച്ചിൽ കേട്ടപ്പോൾ ഹരി ഒന്ന് പേടിച്ചു. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി. എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ എന്തിനാണ് കരയുന്നത്? അമ്മുകുട്ടിയും കരയുന്നുണ്ടല്ലോ, കരയാതെ കാര്യം പറയമ്മേ, ഹരി വെപ്രാളത്തോടെ അമ്മയോട് ചോദിച്ചു. മോനെ ഹരി, അമ്മുമോൾ ഓടി കളിക്കുന്നതിനിടയിൽ ഒന്ന് വീണടാ, നെറ്റി പൊട്ടിയിട്ടുണ്ട്, അവള് നിർത്താതെ കരയുകയാണ്. ഞാൻ ഇവിടെ നിന്നൊരു ടാക്സി വിളിച്ച് നിന്റെ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണിപ്പോ. അയ്യോ, നല്ല മുറിവുണ്ടോ? ഹരി അപ്പോൾ ചോദിച്ചു. ചോര വരുന്നുണ്ട് മോനെ, ഞങ്ങളിതാ ഇപ്പോൾ അങ്ങോട്ട് എത്തും, അമ്മ പറഞ്ഞു. ശരി അമ്മേ, എന്നാൽ വേഗം എത്താൻ നോക്കൂ, ബാക്കി ഇവിടെ വന്നിട്ട് നോക്കാം, ഹരി പേടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. വീണ് നെറ്റി പൊട്ടിയപ്പോൾ അമ്മുകുട്ടി പേടിച്ചു പോയതാണ്. മുറിവ് ഹരി മരുന്ന് വെച്ച് കെട്ടി. അവളെ കാണുമ്പോഴൊക്കെയും ഹരിയുടെ കണ്ണുകൾ നിറയുകയായിരുന്നു. അവന്റെ മനസ്സ് നിറയെ പാർവതി മാത്രമായിരുന്നു. കുറച്ചു നേരത്തെ ഹോസ്പിറ്റലിലെ പരിചരണത്തിന് ശേഷം അല്പസമയം കഴിഞ്ഞ് അമ്മുക്കുട്ടി കണ്ണു തുറന്നു നോക്കുമ്പോൾ അമ്മുക്കുട്ടിയുടെ തൊട്ടടുത്ത് ഹരി നിൽപ്പുണ്ടായിരുന്നു. അച്ഛനെ കണ്ടപാടെ അവൾ സന്തോഷത്തോടെ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അച്ഛാ, അമ്മുക്കുട്ടി വീണുപോയി. അമ്മുക്കുട്ടിക്ക് ഒരുപാട് വേദനയായി. അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അവളുടെ സങ്കടം പറഞ്ഞു. മോള് പറയുന്നത് കേട്ടപ്പോൾ ഹരി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ല അമ്മുമോളെ, ഈ മുറിവൊക്കെ 2 ദിവസം കൊണ്ട് മാറിപ്പോകും കേട്ടോ. അച്ഛൻ വരുമ്പോൾ മോളോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കുസൃതി കളിക്കരുതെന്ന്? അതുകൊണ്ടല്ലേ ഇതൊക്കെ പറ്റിയത്. ഇനി മോൾ അങ്ങനെയൊന്നും കളിക്കരുത് കേട്ടോ. അമ്മുമോൾക്ക് കളിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടല്ലേ അമ്മുമോൾ ഓടിക്കളിച്ചത്, ഹരിയോട് അവൾ മറുപടി പറഞ്ഞു. സാരമില്ല, മോൾക്ക് ഈ അച്ഛൻ നല്ലൊരു കളിക്കൂട്ടുകാരിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പോ മോൾ കുറച്ചു നേരം കിടന്നോ, അധികം നേരം തലയിളക്കാൻ പാടില്ല, വേദനയാവും, അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് കേട്ടോ. ഹരി വാത്സല്യത്തോടെ അമ്മുമോളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അമ്മുമോളെ പതിയെ കിടക്കയിൽ കിടത്തി. കിടക്കയിൽ കിടക്കുമ്പോൾ അമ്മുമോൾ വീണ്ടും വിളിച്ചു. അച്ഛാ. എന്താ മോളെ, എന്തു പറ്റി? ഇത് അച്ഛന്റെ ഹോസ്പിറ്റലാണോ? അമ്മുമോൾ ചോദിച്ചു. അതേലോ മോളെ, ഇത് അച്ഛന്റെ ഹോസ്പിറ്റലാണ്, ഇവിടെയാണ് അച്ഛൻ ജോലി ചെയ്യുന്നത്. എന്തു പറ്റി? ഹരി മോളോട് ചോദിച്ചു. അമ്മുമോൾ അച്ഛനോട് ഒരു സ്വകാര്യം പറയട്ടെ. സ്വകാര്യമോ? എന്താ മോളെ, അച്ഛനോട് പറഞ്ഞോ? അവൾ അപ്പോൾ അടുത്തുണ്ടായിരുന്ന ഹരിയുടെ അമ്മയെ നോക്കി. അതെ, സ്വകാര്യമാണ് അച്ഛാ, അച്ഛമ്മ ഇവിടെ ഉണ്ടല്ലോ, അമ്മുമോൾ അച്ഛന്റെ ചെവിയിൽ പറയാം. ഹരി അപ്പോൾ ചിരിച്ചു. എന്താ മോളെ ഇത്ര വലിയ സ്വകാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ഹരി അമ്മുമോളുടെ അടുത്തേക്ക് ചെവി ചേർത്തു വെച്ചു. അമ്മുമോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അച്ഛന്റെ ചെവിയിൽ ശബ്ദം കുറച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛാ, അമ്മുമോളുടെ അമ്മ ഈ ആശുപത്രിയിലാണോ ഉള്ളത്? മോൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ചെവി ചായച്ചു വെച്ച ഹരി അങ്ങനെ ഒരു ചോദ്യം തന്റെ മകളുടെ അടുത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ കുഞ്ഞിനോട് ഞാൻ എന്ത് പറയും ദൈവമേ, എത്ര നാളെന്ന് വെച്ചാ അവളോട് ഇങ്ങനെ കള്ളം പറയുന്നത്?
പാർവതി പോയി കഴിഞ്ഞ് ഇത്ര നാളായിട്ടും അമ്മുകുട്ടിക്ക് അവളുടെ ഓർമ്മകൾ വിട്ടുപോയിട്ടില്ല എന്നാലോചിക്കുമ്പോൾ ഹരിയുടെ മനസ്സും വിഷമിക്കാൻ തുടങ്ങി. പക്ഷേ അതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഹരി തന്റെ മോളോട് പറഞ്ഞു, അല്ല മോളെ, അമ്മ ഈ ഹോസ്പിറ്റലിലല്ല, വേറൊരു ഹോസ്പിറ്റലിലാണ്. അച്ഛൻ ഒരു ദിവസം മോളെ അവിടേക്ക് കൊണ്ടുപോവാട്ടോ. മോളുടെ നെറ്റിയിലെ മുറിവെല്ലാം മാറട്ടെ, എന്നിട്ട് അച്ഛൻ കൊണ്ടുപോവാം. ചെറിയൊരു വിഷമത്തോടെ ഹരി മോളോട് പറഞ്ഞു. അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ അമ്മുമോൾക്ക് വീണ്ടും സംശയം. അവൾ വീണ്ടും ഹരിയോട് ചോദിച്ചു, അച്ഛനല്ലേ പറഞ്ഞത് അമ്മ അച്ഛന്റെ ഹോസ്പിറ്റലിലാണുള്ളതെന്ന്? പിന്നെന്തിനാ ഇവിടെ നിന്ന് പോയത്? അമ്മുമോൾക്ക് അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. അമ്മുമോൾക്ക് അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ? അമ്മുവിന്റെ ഓരോ ചോദ്യങ്ങളും ഹരിയെ കൂടുതൽ കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ഹരി അപ്പോൾ കുഞ്ഞിനെ അവനോട് ചേർത്തു പിടിച്ചു. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹരിക്ക് പല കള്ളങ്ങളും മാറി മാറി പറയേണ്ടി വന്നു. അങ്ങനെ ഒരു വിധത്തിൽ പല കാരണങ്ങളും പറഞ്ഞ് ഹരി അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹരിയുടെ അമ്മയും അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മുമോളുടെ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴും അമ്മയുടെ കണ്ണുകളും അറിയാതെ നിറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണ അമ്മുമോളുടെ അടുത്ത് നിന്നിരുന്ന ഹരിയോട് അമ്മ പറഞ്ഞു, പാവം കുട്ടി വല്ലാതെ വേദനിച്ചു കാണും. ഇപ്പോ കുറച്ചു ദിവസമായിട്ട് അവൾക്ക് എപ്പോഴും അമ്മയെ കുറിച്ചാണ് അറിയേണ്ടത്. അമ്മ എപ്പോഴാ വരിക എന്നും ചോദിച്ച് എപ്പോഴും നടക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ കള്ളം പറയുക? നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മ ഹരിയോട് പറഞ്ഞു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മുമോളുടെ അടുത്തിരുന്ന് അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് ഹരി ഒന്നും മിണ്ടാതെയിരുന്നു. അമ്മ വീണ്ടും പറഞ്ഞു, ഹരി, ഞാൻ രാവിലെ പറഞ്ഞത് മോൻ എന്തായാലും അന്വേഷിക്കണം. ഒറ്റയ്ക്ക് അമ്മുമോളെ നോക്കാൻ എനിക്ക് കഴിയുന്നില്ല മോനെ. മനസ്സിലായി അമ്മേ, അമ്മ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ന് എന്തായാലും ദാസേട്ടന്റെ വീട്ടിലൊന്ന് പോവാം. പറ്റിയാൽ നാളെ തന്നെ ആരെങ്കിലും റെഡിയാക്കാൻ പറയാം. ഹരി അമ്മയോട് പറഞ്ഞു. അമ്മ തലയാട്ടി. അന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും അമ്മുമോളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോന്നു. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഒരു ജോലിക്കാരി വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഹരി അന്ന് തന്നെ ദാസേട്ടന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത ദാസേട്ടൻ എങ്ങനെയെങ്കിലും നാളെ തന്നെ വീട്ടിലേക്ക് ആളെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹരിയെ യാത്രയാക്കി. പിറ്റേ ദിവസം രാവിലെ ഹരി ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അമ്മ അമ്മുക്കുട്ടിയെയും ഒക്കെ തിരുത്തിക്കൊണ്ട് പുറത്ത് ആരാണെന്ന് നോക്കാൻ ചെന്ന് വാതിൽ തുറന്നു. നോക്കുമ്പോൾ ദാസേട്ടനാണ്. ആ ദാസേട്ടാ, ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ? ഒരാഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ. കണ്ടപാടെ അമ്മ ചോദിച്ചു. അതൊന്നുമില്ല ലളിതാമ്മേ, പറ്റിയ ആളൊന്നും തരപ്പെട്ടില്ല. പിന്നെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സാഹചര്യത്തിനൊത്ത ഒരാള് തന്നെ വേണ്ടേ ലളിതാമ്മേ? ദാസേട്ടൻ പറഞ്ഞു. അമ്മുമോളുടെ വേദന ഇപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? അമ്മയുടെ ഒക്കത്തിരുന്നു കൊണ്ട് ദാസേട്ടനെ ശ്രദ്ധിച്ചു നോക്കുന്ന അമ്മുക്കുട്ടിയോട് ദാസേട്ടൻ ചോദിച്ചു. ഓ, കുറഞ്ഞല്ലോ. ദാസേട്ടന്റെ ചോദ്യം കേട്ടപ്പോൾ അമ്മുക്കുട്ടി അച്ചമ്മയുടെ ഒക്കത്തിരുന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. സാരമില്ലാട്ടോ, കുറച്ചു ദിവസത്തേക്ക് ഓടിക്കളിക്കാനൊന്നും പാടില്ല കേട്ടോ. എന്നാ അസുഖം പെട്ടെന്ന് മാറിക്കോളും. അമ്മുക്കുട്ടി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഹരിസാറ് ഡ്യൂട്ടിക്ക് പോയോ ലളിതാമ്മേ? ഞാൻ എത്താൻ അല്പം വൈകി. വരുന്ന വഴിക്ക് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. അവിടെ കയറി വരികയാണ്. വേറൊന്നിനുമല്ല, ഇവിടുത്തെ കാര്യം തന്നെ. ആളെ ഞാനിതേ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അല്പം വൈകിയത്. കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നിട്ട് ആളെവിടെ? ആള് പുറത്തുള്ള ഓട്ടോയിൽ ഇരിക്കുകയാണ്. ലളിതാമ്മയോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കാമെന്ന് കരുതി. അതെന്തിനാ ദാസേട്ടാ ചോദിക്കുന്നത്? ദാസേട്ടൻ കൊണ്ടുവരുമ്പോൾ നല്ല ആളുകളെ മാത്രമേ കൊണ്ടുവരുള്ളൂ എന്ന് ഞങ്ങൾക്കറിയില്ലേ? ദാസേട്ടന് ഞങ്ങൾ ഇന്നും ഇന്നലെയും ഒന്നും കാണുന്നതല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ദാസേട്ടനോട് തന്നെ പറയുന്നത്. എന്നാൽ ഞാൻ ആളെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ പുറത്തെ ഗേറ്റ് തുറന്ന് ഓട്ടോയിൽ നിന്ന് താൻ കൂട്ടിക്കൊണ്ടുവന്ന ജോലിക്കാരിയെ ലളിതാമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഗേറ്റ് കടന്ന് ദാസേട്ടനൊപ്പം നടന്നു വരുന്ന ആളെ കണ്ടപ്പോൾ അമ്മയൊന്ന് അമ്പരന്നു പോയി. കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഏകദേശം 10-25 വയസ്സ് പ്രായം കാണും. കണ്ടാൽ ഒരു സാധുവിനെ പോലെ. ഇത് തന്നെയാണോ ദാസേട്ടൻ പറഞ്ഞ ആള്? അവളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സംശയമായി. ഗേറ്റ് കടന്ന് തന്റെ അടുത്തേക്ക് എത്തിയ ദാസേട്ടനോട് അമ്മ ചോദിച്ചു. ആരാ ദാസേട്ടാ ഇത്? ഇതാണോ ദാസേട്ടൻ പറഞ്ഞ അമ്മുമോളെ നോക്കാൻ വന്ന കുട്ടി? അതെ ലളിതാമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് ദാസേട്ടൻ ലളിതാമ്മയോട് പറഞ്ഞു. അയ്യോ ദാസേട്ടാ, ഞാൻ ഇതുപോലുള്ള ആളെയല്ല പ്രതീക്ഷിച്ചത്. കുറച്ച് പ്രായമുള്ള ആളെയായിരുന്നു ഞാൻ ദാസേട്ടനോട് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്നും പറയാതെ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനും ഒക്കെ കഴിയുമല്ലോ. അങ്ങനെ ഒരാളെ മതിയായിരുന്നു ദാസേട്ടാ. ഇത് ചെറിയ കുട്ടിയല്ലേ, വളരെ ചെറിയ കുട്ടി. അമ്മ പറയുന്നത് കേട്ടപ്പോൾ ദാസേട്ടൻ ഒന്നും മിണ്ടാതെ അമ്മയോടൊന്ന് അകത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അമ്മ അപ്പോൾ ദാസേട്ടനൊപ്പം അകത്തേക്ക് മാറി നിന്ന് ദാസേട്ടനോട് ചോദിച്ചു. എന്താ ദാസേട്ടാ? അത് ലളിതാമ്മേ, സത്യം പറയാലോ, ഈ കുട്ടിയെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതിന്റെ അമ്മയെയും.
കുട്ടിയുടെ അമ്മ ഒരു വീട്ടുജോലിക്കാരിയായിരുന്നു. 2 മാസം മുന്നേ ഞാൻ ഈ കുട്ടിയുടെ അമ്മയെ ഒരു ജോലിക്ക് വേണ്ടി വിളിക്കാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇതിന്റെ അമ്മ തീരെ വയ്യാതെ കിടക്കുകയാണ്. അതിന് അച്ഛനുണ്ട്, പക്ഷേ വീട്ടുകാര്യങ്ങളൊന്നും നോക്കില്ല. അയാളാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും നല്ലപോലെ ഉപദ്രവിക്കുകയും ചെയ്യും. ജോലിക്കൊന്നും പോവുകയുമില്ല. ഈ കുട്ടിയുടെ വിവാഹം 5-6 മാസം മുന്നേ ഉറപ്പിച്ചതായിരുന്നു. അന്ന് ഇതിന്റെ അമ്മ ഇവളുടെ വിവാഹത്തിനു വേണ്ടി എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് കുറച്ച് പൈസ ഒപ്പിച്ചു. അവരെ കൊണ്ട് കഴിയും വിധം കടം വാങ്ങിയും പണിയെടുത്തും കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിച്ചു. വിവാഹത്തിന്റെ ഒരാഴ്ച മുന്നേ അതെങ്ങനെയോ മനസ്സിലാക്കിയ ഈ കുട്ടിയുടെ അച്ഛൻ ഇവരോട് 2 പേരോടും വഴക്കുണ്ടാക്കി. സ്വർണ്ണാഭരണങ്ങളെല്ലാം അവർ കാണാതെ എടുത്തുകൊണ്ടുപോയി വിറ്റു. എന്നിട്ട് ആ പൈസ മുഴുവൻ ദൂർത്തടിച്ചു തീർത്തു. ഇവരുടെ അടുത്ത് നിന്ന് ഒന്നും കിട്ടില്ലെന്ന് ചെക്കന്റെ വീട്ടുകാർക്ക് മനസ്സിലായതോടെ ആ വിവാഹം മുടങ്ങി. അതോടെ ഈ കുട്ടിയുടെ അമ്മ ഒരു രോഗിയായി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കടക്കാർ ഓരോരുത്തരായി പൈസ ചോദിച്ച് വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. ബാധ്യത തന്റെ തലയിലാവുമെന്ന് കണ്ടപ്പോൾ പെണ്ണിന്റെ അച്ഛൻ ഇവരെ 2 പേരെയും ഉപേക്ഷിച്ച് നാട് വിട്ട് കളഞ്ഞു. ഇപ്പോൾ അയാൾ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. അതിനിടയ്ക്ക് രോഗം അധികമായി ഇതിന്റെ അമ്മ മരിച്ചു. ഇപ്പോൾ ഇവൾ ഒറ്റയ്ക്കാണ് അവിടെ കഴിയുന്നത്. ഇനിയിപ്പോ അടുത്തൊന്നും ഇതിന്റെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, ഇനി നടത്തി കൊടുക്കാനും അതിനാരുമില്ല. അന്ന് ഞാൻ അവിടെ നിന്നും തിരിച്ചിറങ്ങാൻ നേരത്ത് ഈ കുട്ടിയുടെ അമ്മ എന്നോട് കട്ടിലിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു, എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ദാസേട്ടാ എന്ന്. അവളെ സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുചെന്നാക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അവിടെ നിർത്തിയാൽ ചിലപ്പോൾ ആരെങ്കിലും മകളെ ഉപദ്രവിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ ഞാനും വല്ലാതെ വിഷമിച്ചു പോയി. കടക്കാർ ഓരോരുത്തരായി വീട്ടിൽ കയറി വരാത്ത ദിവസങ്ങളില്ലെന്നും ഇനിയും ഇവിടെ നിർത്തിയാൽ എന്റെ മകളെ ആരെങ്കിലും ഉപദ്രവിക്കും, ചിലരൊക്കെ ഒളിഞ്ഞും പതുങ്ങിയും എന്റെ മോളുടെ മാനത്തിന് വരെ വില പറഞ്ഞു തുടങ്ങിയെന്ന് ആ കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ആകെ അങ്ങ് വല്ലാതെ ആയിപ്പോയി. ഒന്നോർത്തപ്പോൾ ഈ കുട്ടിയെ അവിടെ നിർത്തുന്നതും അത്ര നല്ലതല്ല എന്ന് ഞാനും കരുതി. എനിക്കുമുണ്ടല്ലോ ഇതേ പ്രായത്തിൽ 2 എണ്ണം. പെട്ടെന്ന് ഞാൻ അവരെ ഓർത്തുപോയി. സത്യം പറഞ്ഞാൽ ഈ കുട്ടിയെ കൊണ്ടുചെന്നാക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്കാണ് ഇതിന്റെ അമ്മ മരിച്ചത്. പിന്നെ ഇതാ വീട്ടിൽ ഒറ്റയ്ക്കായി. രാത്രിയാവുമ്പോൾ അടുത്ത വീട്ടിൽ ഒരു അമ്മൂമ്മയുണ്ട്. അത് കൂട്ടിന് വന്ന് കിടക്കും. അതൊക്കെ എത്ര നാളെന്ന് വെച്ചാ. ലളിതാമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യം ഓർത്തില്ലായിരുന്നു. മറ്റെന്തെങ്കിലും ഒരു നല്ല ജോലി തരപ്പെടുത്തി കൊടുക്കണമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഇന്നലെ ഹരി വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ കാര്യം ഓർമ്മ വന്നത്. അതിനെന്തുകൊണ്ടും നിൽക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം ഇവിടെയാണെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അവളാണെങ്കിൽ മര്യാദയുള്ള എന്ത് ജോലിയും എടുക്കാൻ തയ്യാറാണ്. ലളിതാമ്മ ആ കുട്ടിയെ ഇവിടെ നിർത്തണം. നല്ല അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയാണ്, പാവമാണ്. എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ആ കുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തവും ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. ലളിതാമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ ആ കുട്ടി രക്ഷപ്പെടും. എന്താ, ഞാൻ അതിനെ ഇവിടെ നിർത്തിക്കോട്ടെ? ദാസേട്ടൻ ലളിതാമ്മയോട് ചോദിച്ചു. ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ? ദാസേട്ടൻ ഇത്രയൊക്കെ പറയുമ്പോൾ എങ്ങനെയാ വേണ്ട എന്ന് പറയുക? കഥയൊക്കെ കേട്ടപ്പോൾ പാവം തോന്നുന്നു. എന്തായാലും തൽക്കാലം അതിവിടെ നിൽക്കട്ടെ. ഇവിടെ എന്തായാലും ജോലിക്ക് ആളെ വേണമല്ലോ. ബാക്കിയെല്ലാം ഹരി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ലളിതാമ്മ മനസ്സിലോർത്തു. ഒന്നും മിണ്ടാതെ എന്തോ ഓർത്ത് നിൽക്കുന്ന ലളിതാമ്മയോട് ദാസേട്ടൻ വീണ്ടും ചോദിച്ചു, ലളിതാമ്മ എന്താ ആലോചിക്കുന്നത്? ഞാൻ അതിനെ ഇവിടെ നിർത്തട്ടെ? ആ കുട്ടി എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇനി എന്തായാലും തൽക്കാലം അതിനെ പറഞ്ഞയക്കണ്ട, ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലളിതാമ്മ സോഫയിൽ വെച്ചിരുന്ന തന്റെ പേഴ്സിൽ നിന്നും 500-ന്റെ നോട്ട് 4 എണ്ണം എടുത്ത് ദാസേട്ടന് നേരെ നീട്ടി. എന്നിട്ട് ദാസേട്ടനോട് പറഞ്ഞു, ഇത് കയ്യിൽ വെച്ചോളൂ ദാസേട്ടാ, ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഒരാളെ കൊണ്ടുവരാൻ, ഇത് വെച്ചോളൂ. തനിക്ക് നേരെ നീട്ടിയ പൈസ കണ്ടപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, അയ്യോ ലളിതാമ്മേ, എനിക്ക് ഇതൊന്നും വേണ്ട. ഞാൻ പൈസ വാങ്ങുമായിരുന്നു. മറ്റാരെങ്കിലുമാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ. ശ്രീലക്ഷ്മിയുടെ കാര്യമായതുകൊണ്ട് അത് വാങ്ങുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ പൈസ എനിക്ക് വേണ്ട. ലളിതാമ്മ അവളെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വളരെ സന്തോഷം. എനിക്ക് അത് മതി. ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ദാസേട്ടൻ വേഗം പുറത്തിറങ്ങി. പുറത്തു നിൽക്കുകയായിരുന്നു ശ്രീലക്ഷ്മി. അപ്പോൾ ദാസേട്ടൻ ശ്രീലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് അവളോട് പറഞ്ഞു, മോളെ, ഇനി നീ ഇവിടെയാണ് നിൽക്കേണ്ടത്. നിനക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. മോൾക്ക് ആരുമില്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ദാസേട്ടൻ ഇടയ്ക്ക് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോളാം. അതല്ല, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ദാസേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾ ചിരിച്ചുകൊണ്ടൊന്ന് തലയാട്ടി. ശേഷം ലളിതാമ്മയോട് യാത്ര പറഞ്ഞ് ദാസേട്ടൻ അവിടെ നിന്ന് പോയി. എന്താ കുട്ടി നിന്റെ പേര്? ഉമ്മറക്കോലായിൽ ചുമരിനോട് ചാരി ഒരു തുണിസഞ്ചിയുമായി നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ നോക്കി അമ്മ അപ്പോൾ ചോദിച്ചു. ശ്രീലക്ഷ്മി. അവൾ മറുപടി പറഞ്ഞു. ശ്രീലക്ഷ്മി, അകത്തേക്ക് വാ, ഞാൻ നിനക്ക് താമസിക്കാനുള്ള മുറി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് നടന്നു. അവരുടെ പിന്നാലെ ശ്രീലക്ഷ്മിയും അകത്തേക്ക് പോയി. താഴെ നിലയിൽ തന്നെയുള്ള ഒരു മുറിയിലേക്കാണ് അമ്മ അവളെ കൊണ്ടുപോയത്. ഇതാണ് നിന്റെ മുറി, ഇന്നു മുതൽ നിനക്ക് ഇവിടെ കഴിയാം. മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറിയ അമ്മ അവളോട് പറഞ്ഞു. അകത്ത് കയറിയ അവൾ ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി നിലത്തൊരു മൂലയിൽ വെച്ചു.
ലക്ഷ്മിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ? അമ്മ വീണ്ടും അവളോട് ചോദിച്ചു. അറിയാം, അവൾ പറഞ്ഞു. ഇതിനു മുന്നേ കുട്ടി എവിടെയെങ്കിലും വീട്ടുജോലിക്ക് പോയിട്ടുണ്ടോ? ഉണ്ട്, അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് വയ്യാത്ത സമയത്ത് ചിലപ്പോഴൊക്കെ അപ്പോഴൊക്കെ ഞാൻ സഹായിച്ചു കൊടുക്കാൻ പോവാറുണ്ട്. അങ്ങനെ അത്യാവശ്യമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കറിയാം. ശ്രീലക്ഷ്മി പറയുന്നത് കേട്ട് അമ്മ തലയാട്ടി. കാര്യങ്ങളെല്ലാം ദാസേട്ടൻ മോളോട് പറഞ്ഞിട്ടില്ലേ? ഇവിടുത്തെ മോളെ നോക്കാനും അവൾക്ക് ഭക്ഷണം കൊടുക്കാനുമാണ് ഞാൻ ഇതുവരെ ഒരാളെ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. കുട്ടികളെ നോക്കാൻ വലിയവരെക്കാൾ പാടാണെന്ന് കുട്ടിക്ക് അറിയാമല്ലോ അല്ലേ? ശ്രീലക്ഷ്മിക്ക് അതിന് കഴിയില്ലേ? അമ്മ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു. ഓവ്, ഞാൻ നോക്കിക്കോളാം, അവൾ പറഞ്ഞു. അമ്മ അപ്പോൾ ചെന്ന് അമ്മുക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. ഇതാ മോള്, ശ്രീലക്ഷ്മി നന്നായി നോക്കില്ലേ? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ശ്രീലക്ഷ്മി അമ്മുമോളെ ഒന്ന് നോക്കി. ഈ മോളെ ഞാൻ നോക്കിക്കോളാം അമ്മേ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. അമ്മു അപ്പോൾ ശ്രീലക്ഷ്മിയെ മനസ്സിലാകാതെ നോക്കുകയായിരുന്നു. മോള് വാ, ആന്റി ഒന്ന് അമ്മുമോളെ എടുത്തു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അമ്മുക്കുട്ടിയുടെ നേരെ കൈ നീട്ടി. ലളിതാമ്മയുടെ ഒക്കത്തിരിക്കുകയായിരുന്ന അമ്മുക്കുട്ടി ശ്രീലക്ഷ്മി കൈ നീട്ടിയ പാടെ അവളുടെ അടുത്തേക്ക് ചാടി കയറി. തന്റെ അടുത്ത് നിന്ന് ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് വേഗം ചാടി ഇറങ്ങിപ്പോയ അമ്മുക്കുട്ടിയെ കണ്ടപ്പോൾ ലളിതാമ്മയ്ക്കും അത്ഭുതമായി. ആരോടും അത്ര പെട്ടെന്ന് ഇണങ്ങുന്ന പ്രകൃതക്കാരിയല്ല അമ്മുക്കുട്ടി, പരിചയമില്ലാത്തവരുടെ അടുത്തേക്ക് പ്രത്യേകിച്ചും. ആഹാ, ഇത് നല്ല അത്ഭുതമായിരിക്കുന്നല്ലോ. ആരോടും അങ്ങനെ പെട്ടെന്നൊന്നും ഇണങ്ങാത്തയാളാണ്. ഇതെന്തു പറ്റി അമ്മുക്കുട്ടിക്ക് പെട്ടെന്നൊരു മാറ്റം? ലളിതാമ്മ അമ്മുക്കുട്ടിയോട് ചോദിച്ചു. ശ്രീലക്ഷ്മിയുടെ തോളിൽ ചാരി കിടന്നുകൊണ്ട് തന്റെ അച്ചമ്മയെ നോക്കി ഒന്ന് ചിരിച്ചതല്ലാതെ അമ്മുമോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. മോൾ ഇങ്ങോട്ട് പോര്, ചേച്ചി ഇപ്പം വന്നതല്ലേ ഉള്ളൂ, ഉടുപ്പൊക്കെ മാറിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിയുടെ കൂടെ കളിക്കാം, വാ മോളെ. അമ്മ അമ്മുക്കുട്ടിയെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവൾ ശ്രീലക്ഷ്മിയെ മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ തോളിൽ പതിഞ്ഞു കിടന്നു. അമ്മ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ തന്റെ തോളിൽ പതിഞ്ഞു കിടന്ന അമ്മുക്കുട്ടിയുടെ പുറത്ത് തലോടിക്കൊണ്ട് ശ്രീലക്ഷ്മി അമ്മയോട് പറഞ്ഞു. സാരമില്ലമ്മേ, അവൾ അവിടെ കിടന്നോട്ടെ, കുറച്ചു കഴിഞ്ഞാൽ അവള് വന്നോളും, അല്ലേ അമ്മുക്കുട്ടി? ശ്രീലക്ഷ്മി അമ്മുക്കുട്ടിയോട് ചോദിച്ചു. തോളിൽ കിടന്നുകൊണ്ട് അമ്മുക്കുട്ടി തലയാട്ടി. മോൾക്ക് ഈ ചേച്ചിയെ ഇഷ്ടമായോ? അമ്മ അപ്പോൾ അമ്മുക്കുട്ടിയോട് ചോദിച്ചു. ഓ, അമ്മുക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി. ശ്രീലക്ഷ്മിയുടെ തോളിൽ കിടക്കുകയായിരുന്ന അമ്മുക്കുട്ടി അപ്പോൾ എഴുന്നേറ്റ് ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, എനിക്കും അമ്മുക്കുട്ടിയെ നല്ല ഇഷ്ടമായിട്ടോ. മോൾക്ക് എന്തു പറ്റിയതാ നെറ്റിയില്? അമ്മുക്കുട്ടിയുടെ നെറ്റിയിലെ മുറിവിലേക്ക് വീണ മുടി മാടി വെച്ചു കൊടുത്തുകൊണ്ട് ശ്രീലക്ഷ്മി അമ്മുക്കുട്ടിയോട് ചോദിച്ചു. അത് അമ്മുക്കുട്ടി ഓടിക്കളിച്ചപ്പോൾ വീണുപോയതാ. അയ്യോടാ, മോൾക്ക് നല്ലോണം വേദനിച്ചോ? നല്ലോണം വേദനിച്ചു. അമ്മുക്കുട്ടി കുറേ നേരം കരഞ്ഞു. മോൾക്ക് എപ്പോഴും വേദനയുണ്ടോ? ശ്രീലക്ഷ്മി വീണ്ടും അമ്മുമോളോട് ചോദിച്ചു. കുറേശ്ശെ വേദനയുണ്ട്, അമ്മുക്കുട്ടി ശ്രീലക്ഷ്മിയോട് പറഞ്ഞു. അമ്മുക്കുട്ടിയുടെ വേദന മാറാൻ ഈ ചേച്ചിയുടെ കയ്യിൽ ഒരു സൂത്രമുണ്ട്, കാണിക്കട്ടെ? അതെന്താ, അമ്മുക്കുട്ടിക്ക് കാണിച്ചു തരാമോ? അത് മാറിയിട്ട് വേണം അമ്മുക്കുട്ടിക്ക് കളിക്കാൻ. അമ്മുക്കുട്ടി പറയുന്നത് കേട്ടപ്പോൾ ശ്രീലക്ഷ്മി അവളുടെ നെറ്റിയിലെ മുറിവിൽ ഒരു ഉമ്മ വെച്ചു. എന്നിട്ട് അമ്മുക്കുട്ടിയെ നോക്കി ചിരിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു. ഇതാണ് ആ സൂത്രം. ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മുക്കുട്ടി? വേദന മാറിയില്ലേ? ഓ, ഇപ്പൊ മാറി, അമ്മുക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അമ്മുക്കുട്ടി ചേച്ചിക്ക് ഒരു ഉമ്മ തന്നേ, ശ്രീലക്ഷ്മി അമ്മുക്കുട്ടിയോട് പറഞ്ഞു. ശ്രീലക്ഷ്മിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അമ്മുക്കുട്ടി അവളെ കെട്ടിപ്പിടിച്ചു. പല്ലെല്ലാം പുറത്തു കാട്ടിക്കൊണ്ട് ഉറക്കെ ചിരിച്ചു. അമ്മുക്കുട്ടിയും ശ്രീലക്ഷ്മിയും വളരെ പെട്ടെന്ന് തന്നെ നല്ലപോലെ അടുത്തു. മണിക്കൂറുകളോളം കുസൃതിയൊന്നും കാണിക്കാതെ അന്ന് മുഴുവൻ സമയവും അമ്മുക്കുട്ടി ശ്രീലക്ഷ്മിയോടൊപ്പം തന്നെയായിരുന്നു. ഉണ്ണാനും ഉറങ്ങാനുമെല്ലാം ശ്രീലക്ഷ്മി തന്നെ വേണമെന്ന് അമ്മുക്കുട്ടി വാശി പിടിച്ചു. അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ നല്ല തിരക്കായതുകൊണ്ട് വൈകിട്ടാണ് ഹരി ഒന്ന് ഫ്രീ ആയത്. തിരക്കൊഴിഞ്ഞ സമയമായപ്പോൾ ഹരി തന്റെ മൊബൈൽ ഫോൺ എടുത്തു. സാധാരണ ഒരുപാട് കോളുകൾ വീട്ടിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ ഇന്ന് എന്തു പറ്റി? വീട്ടിൽ നിന്ന് ഒരു കോളും വന്നിട്ടില്ലല്ലോ. സാധാരണ എന്ത് വന്നാലും അമ്മുമോളുടെ ഒരു വീഡിയോ കോൾ പതിവായിട്ടുള്ളതാണ്. ഇന്ന് എന്തു പറ്റി? ഒന്ന് വിളിച്ചു നോക്കട്ടെ. പുതിയ ജോലിക്കാരിയെ ഇന്ന് കൊണ്ടുവരുമെന്ന് ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് വന്നിട്ടുണ്ടോ ആവോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹരി മൊബൈൽ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. രണ്ടാമതും റിങ് ചെയ്തപ്പോഴാണ് അമ്മ ഫോൺ എടുത്തത്. അമ്മയുടെ ശബ്ദം കേട്ടപാടെ ഹരി അമ്മയോട് ചോദിച്ചു. അമ്മുക്കുട്ടി എവിടെ പോയമ്മേ? സാധാരണ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു വീഡിയോ കോൾ പതിവുള്ളതാണല്ലോ, ഇന്ന് കണ്ടില്ല. ആളെവിടെ പോയി? കളിക്കുവാണോ? അതെ മോനെ, അവള് കളിക്കുകയാണ്. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. മോൻ ഇന്ന് തിരക്കായിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നത്. ഫോണിൽ കൂടി ഹരി ചോദിക്കുന്നത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു. ആ പിന്നെ ദാസേട്ടൻ പറഞ്ഞ ജോലിക്കാരി കുട്ടി വന്നിട്ടുണ്ട്. ഇന്ന് അവളുടെ കൂടെയാണ് അമ്മുക്കുട്ടി. ആണോ, വന്നോ? അമ്മ പറയുന്നത് കേട്ടപ്പോൾ ഹരി ചോദിച്ചു. തിരക്കിനിടയിൽ ഞാൻ ആ കാര്യം ചോദിക്കാൻ വിട്ടു. പുതിയ ജോലിക്കാരി എങ്ങനെയുണ്ട്? അമ്മുക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റിയ ആളാണോ? ഹരി അമ്മയോട് ചോദിച്ചു. നീ വന്നിട്ട് വിശദമായി പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ദാസേട്ട മോനോട് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല, എന്നെ രാവിലെ 1-2 വട്ടം വിളിച്ചിരുന്നു. ബിസി ആയതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ വിളിക്കാം, കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഹരി അമ്മയോട് ചോദിച്ചു.
അത് മോനെ ഹരി, ദാസേട്ടൻ രാവിലെ തന്നെ ആളെ കൊണ്ടുവന്നിരുന്നു. ആളെ കണ്ടാൽ ജോലിക്കാരിയാണെന്നൊന്നും തോന്നില്ല. ഒരു ചെറിയ പെങ്കൊച്ചാണ്, ഒരു പാവം കുട്ടി. ശ്രീലക്ഷ്മി എന്നാണ് പേര്. കണ്ടാൽ പാവം തോന്നും. പ്രായം എത്രയുണ്ടെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്നാലും 10-25 വയസ്സിൽ താഴെ കാണൂ. ആദ്യം ഞാനൊന്നും മടിച്ചിരുന്നു. ചെറിയൊരു പെൺകുട്ടിയല്ലേ, വീട്ടിലെ ജോലിക്കൊക്കെ എങ്ങനെയാ അതിനെ നിർത്തുക എന്ന് വിചാരിച്ചു. പിന്നെ ദാസേട്ടൻ അതിന്റെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ പാവം തോന്നി. അതിനിപ്പോ ആരുമില്ല, ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസം. അമ്മ ഉണ്ടായിരുന്നു, അസുഖം ബാധിച്ച് മരിച്ചുപോയി. അച്ഛൻ ഒരു തന്നിഷ്ടക്കാരൻ, ഇതിനെയൊന്നും നോക്കാതെ നാട് വിട്ടുപോയി. ആണോ, ദാസേട്ടൻ കൂട്ടിക്കൊണ്ടു വന്നതല്ലേ, എന്തായാലും അവിടെ നിന്നോട്ടെ. ശ്രീലക്ഷ്മിയുടെ കഥ കേട്ടപ്പോൾ ഹരി അമ്മയോട് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. അമ്മുക്കുട്ടി അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? ഹരി അമ്മയോട് ചോദിച്ചു. അതാണ് അത്ഭുതം, ആരുമായിട്ടും അത്ര പെട്ടെന്നൊന്നും ഇണങ്ങാത്ത അമ്മുക്കുട്ടി അവളെ കണ്ടപാടെ അവളോട് പറ്റിച്ചേർന്ന് നടക്കുകയാണ്. എല്ലാത്തിനും അവള് തന്നെ മതി ഇപ്പോ. ഹരിയുടെ ചോദ്യം കേട്ടപ്പോൾ അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ പെട്ടെന്നൊന്നും ആരുമായിട്ട് അടുക്കുന്ന കൂട്ടത്തിലല്ലല്ലോ അവൾ. എന്തു പറ്റി അവൾക്ക്? അമ്മ പറയുന്നത് കേട്ടപ്പോൾ ഹരി ചിരിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. എന്തായാലും അമ്മുക്കുട്ടിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് മോനെ. നീ അതിന്റെ സന്തോഷം ഒന്ന് കാണണം, അത്രയ്ക്കുണ്ട്. നഷ്ടപ്പെട്ടു പോയതെന്തോ കിട്ടിയതുപോലെയാണ് അവളുടെ മുഖത്തെ ഭാവം. കണ്ടാൽ നമ്മൾ നോക്കി നിന്നു പോകും. അമ്മ പറഞ്ഞു. സന്തോഷിക്കട്ടെ, അവളുടെ സന്തോഷമല്ലേ അമ്മേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് പിന്നെ വേറെ എന്താ വേണ്ടത്? എന്നാലും അവളുടെ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും വിഷമം വരാറുണ്ടമ്മേ. സാരമില്ല, അതൊക്കെ പോട്ടെ. ദാസേട്ടൻ അമ്മ വല്ലതും കൊടുത്തിരുന്നോ? ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മോനെ, പക്ഷെ ദാസേട്ടൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല. അമ്മ പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി അമ്മേ, ഇന്ന് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഒരുപാട് വൈകുകയാണെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മോനെ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ വെച്ചു. അന്ന് രാത്രി ഹരി വീട്ടിലെത്തുമ്പോൾ വളരെ വൈകിയിരുന്നു. അമ്മുക്കുട്ടി ഉറങ്ങിയില്ലേ അമ്മേ? വീട്ടിലെത്തിയ പാടെ ഹരി അമ്മയോട് ചോദിച്ചു. ഉറങ്ങി മോനെ, ദേ കുറച്ചു നേരമായിട്ടേ ഉള്ളൂ ഉറങ്ങിയിട്ട്. ശ്രീലക്ഷ്മിയുടെ അടുത്ത് കിടന്നുറങ്ങണമെന്ന് വാശി പിടിച്ചു. പിന്നെ കരയുമെന്നായപ്പോൾ അവളുടെ അടുത്ത് തന്നെ കിടത്തി ഉറക്കി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി എന്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു. ഞാൻ മുകളിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട്. അമ്മ ഹരിയോട് പറഞ്ഞു. ആ കുട്ടിക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഹരി ചോദിച്ചു. ഏയ് ഇല്ല ഹരി, അവൾ ഉറങ്ങി. അതൊരു സാധുവാണ് എന്നാണ് തോന്നുന്നത്. നല്ല പെരുമാറ്റമൊക്കെയാണ്. അമ്മുക്കുട്ടി ഉറങ്ങിയതിന് ശേഷമാണ് അതൊന്ന് റെസ്റ്റ് എടുത്തത്. അതുവരെ കളിയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോകാൻ പോലും അവളെ സമ്മതിച്ചില്ല. പിന്നെ അമ്മുക്കുട്ടി ഉറങ്ങിയതിന് ശേഷം അടുക്കള ജോലി ചെയ്യാൻ പോവുകയായിരുന്നു അവൾ. ഞാൻ സമ്മതിച്ചില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു. ആ, ഞാൻ വരുന്ന വഴിക്ക് ദാസേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ദാസേട്ടൻ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനും പൈസ കൊടുത്തു നോക്കിയിരുന്നു, ഒന്നും വാങ്ങിയില്ല. ദാസേട്ടൻ ഇനി എപ്പോഴെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് എന്തെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്കാം. ആ മോനെ, അതാ നല്ലത്. ഇനി എപ്പോഴെങ്കിലും എന്തിനെങ്കിലും വരുമ്പോൾ കൊടുക്കാം. മോൻ പോയി കിടന്നോ? ഭക്ഷണമൊന്നും വേണ്ടല്ലോ അല്ലേ? ഒന്നും വേണ്ട, വിശപ്പില്ല. ഞാൻ പുറത്തുനിന്ന് കഴിച്ചത് കൊണ്ടാവും. അമ്മ പോയി കിടന്നോളൂ, ഞാൻ മുകളിലേക്ക് പോവുകയാണ്. ഹരി അമ്മയോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഹരി ഉറക്കമുണരുമ്പോഴേക്കും അമ്മുക്കുട്ടി ഹരിയുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോയിരുന്നു. പതിവ് പോലെ ഹരി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് അമ്മുക്കുട്ടിയെ ഓർത്തു. ഇന്ന് എവിടെ പോയ അമ്മുക്കുട്ടി? അല്ലെങ്കിൽ ഈ സമയമാവുമ്പോഴേക്കും അമ്മയും അമ്മുക്കുട്ടിയും കൂടി വഴക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ന് രണ്ടുപേരുടെയും ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഹരി മുകളിൽ നിന്നും താഴേക്കിറങ്ങി. സ്റ്റെയർ ഇറങ്ങി വന്നപ്പോൾ ഹരി കണ്ടത് വീടിന്റെ മുറ്റത്ത് ശ്രീലക്ഷ്മിയോടൊപ്പം കളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അമ്മുക്കുട്ടിയെയാണ്. ഇന്നലെ വരെ താൻ കണ്ട അമ്മുക്കുട്ടി അല്ലല്ലോ ഇന്ന്. അവൾ ആകെ മാറിപ്പോയിരിക്കുന്നു. അവളുടെ മുഖത്തുള്ള സന്തോഷവും കണ്ണുകളിലെ തിളക്കവുമെല്ലാം നന്നായി അറിയാമായിരുന്നു. ഒരു ദിവസം കൊണ്ട് ശ്രീലക്ഷ്മി അവളെ മാറ്റിയെടുത്തിരിക്കുന്നു. തന്റെ മകളുടെ ആ സന്തോഷം ഹരിയുടെ നീറിക്കൊണ്ടിരിക്കുന്ന മനസ്സിന് ഒരുപാട് തണുപ്പേകി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മുക്കുട്ടി ശ്രീലക്ഷ്മിയുമായി വല്ലാതെ അടുത്തു. ശ്രീലക്ഷ്മിയെ ഒരു ചേച്ചിയേക്കാൾ ഉപരിയായി അമ്മുക്കുട്ടി സ്നേഹിച്ചു തുടങ്ങി. ശ്രീലക്ഷ്മി വീട്ടിൽ വന്നതിന് ശേഷം ഹരിയുടെ അമ്മയ്ക്കും അത് വളരെ ആശ്വാസമായി. ശ്രീലക്ഷ്മി അമ്മുക്കുട്ടിയെ പരിചരിക്കുന്ന രീതിയും അവൾക്ക് അമ്മുക്കുട്ടിയോടുള്ള വാത്സല്യവും സ്നേഹവും ഒന്നും അവളുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് മാത്രമുള്ളതല്ല എന്ന് ഹരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പാർവതിയുടെ വിടവ് അവൾ നികത്തുന്ന പോലെ ഒരു നിഴലായി അവൾ എപ്പോഴും അമ്മുക്കുട്ടിയുടെ കൂടെ നടന്നു. ഹരിയുടെ മനസ്സിൽ ശ്രീലക്ഷ്മിയോട് എന്തോ ഒരു ബഹുമാനം തോന്നി തുടങ്ങി. ആദ്യത്തെ ആ ബഹുമാനം പതുക്കെ ഒരു ഇഷ്ടമായി വളർന്നു. ശ്രീലക്ഷ്മിയുടെ സാന്നിധ്യം തന്റെ വീട്ടിലെ വലിയ ശൂന്യതയെ ഇല്ലാതാക്കുന്നതായി ഹരിക്ക് തോന്നി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഹരി കാറുമായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ കണ്ടത് അമ്മുക്കുട്ടി ശ്രീലക്ഷ്മിയോടൊപ്പം മുറ്റത്തിരുന്ന് കളിക്കുന്നതാണ്. ശ്രീലക്ഷ്മിയോടൊപ്പം പാട്ടുപാടിയും കളി പറഞ്ഞും അമ്മുക്കുട്ടി അവളുടെ ലോകത്ത് വളരെ സന്തോഷവതിയാണ്. ഹരി കാറിൽ നിന്നിറങ്ങി അവരുടെ രണ്ടുപേരുടെയും കളികളെല്ലാം നോക്കി ഏറെ നേരം അവിടെ നിന്നു. അപ്പോഴാണ് ഹരിക്കൊരു കാര്യം മനസ്സിലായത്. ഇപ്പോൾ അമ്മുക്കുട്ടി അവളുടെ അമ്മയുടെ കാര്യം തന്നോട് ചോദിക്കാറേയില്ല. ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് അമ്മയെന്ന് വിളിച്ച് കരയുന്ന ശീലവും മാറിയിരിക്കുന്നു. എല്ലാം ശ്രീലക്ഷ്മി വന്നതിന് ശേഷമാണ്.
ശ്രീലക്ഷ്മി. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹരി ശ്രീലക്ഷ്മിയെ തന്റെ അടുത്തേക്ക് വിളിച്ചു. അവൾ അപ്പോൾ വേഗത്തിൽ അങ്ങോട്ട് വന്നു. തന്റെ അരികിലേക്ക് വന്ന ശ്രീലക്ഷ്മിയോട് ഹരി അപ്പോൾ പറഞ്ഞു, ശ്രീലക്ഷ്മി, വളരെ നന്ദിയുണ്ട് കേട്ടോ. എവിടെയോ നഷ്ടപ്പെട്ടു പോയ എന്റെ കുഞ്ഞിന്റെ സന്തോഷവും സ്നേഹവുമെല്ലാം അവൾക്ക് തിരികെ കൊടുത്തതിന്. അതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഹരി പറയുന്നത് കേട്ട് ശ്രീലക്ഷ്മി സന്തോഷത്തോടെ ചിരിച്ചു. ശേഷം പറഞ്ഞു, സാർ എന്തായി പറയുന്നത്? ഞാൻ അമ്മുക്കുട്ടിയെ കാണുന്നത് എന്റെ മോളായിട്ടാണ്. ആരുമില്ലാത്ത എനിക്ക് ഇപ്പോൾ എല്ലാം അവളാണ്. ഇപ്പോൾ അവളില്ലാത്ത ഒരു ദിവസം പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ സാർ. അവൾ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ചെറുതായി നനയുന്നത് ഹരി ശ്രദ്ധിച്ചിരുന്നു. ശ്രീലക്ഷ്മി, ഞാൻ ശ്രീലക്ഷ്മിയോട് ഒരു കാര്യം ചോദിക്കട്ടെ? ശ്രീലക്ഷ്മിക്ക് ഇനിയുള്ള കാലം ഇവിടെ തന്നെ നിന്നുകൂടെ? എന്റെ അമ്മുക്കുട്ടിയുടെ അമ്മയായിട്ട്, ഈ വീട്ടിലെ ഒരു അംഗമായി? ഹരി പറയുന്നത് കേട്ടപ്പോൾ ശ്രീലക്ഷ്മി ഒരു ഞെട്ടലോടെ ഒന്നും മിണ്ടാതെ ഹരിയെ തന്നെ നോക്കി നിന്നു. ഹരി അപ്പോൾ വീണ്ടും പറഞ്ഞു തുടങ്ങി, അതെ ശ്രീലക്ഷ്മി, എനിക്ക് ശ്രീലക്ഷ്മിയെ ഇഷ്ടമാണ്. പാർവതിയെ എനിക്ക് നഷ്ടമായതിനു ശേഷം അമ്മ എന്നെ ഒരുപാട് നിർബന്ധിച്ചിരുന്നു ഒരു വിവാഹത്തിനു വേണ്ടി, അമ്മുവിനൊരമ്മയ്ക്ക് വേണ്ടി. അമ്മയുടെ സ്നേഹവും ലാളനയും ഏറ്റു വളരേണ്ട പ്രായത്തിൽ എന്റെ മോള് തനിച്ചായി പോയപ്പോഴും മറ്റൊരു വിവാഹത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പാർവതിക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഒരു ബിസിനസ് ആവശ്യത്തിനു വേണ്ടി ഡൽഹിയിൽ പോയി തിരിച്ചു വരുന്നതിനിടയിൽ എയർപോർട്ടിലേക്ക് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി കാറുമായി വരികയായിരുന്നു അവൾ. സമയത്തിന് എയർപോർട്ടിൽ എത്താൻ ലേറ്റ് ആവുമെന്ന് കരുതി അമിത വേഗത്തിൽ കാർ ഓടിച്ച അവളുടെ കാർ എതിരെ വന്ന ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 1 മാസത്തോളം അബോധാവസ്ഥയിൽ കിടന്നെങ്കിലും അവളുടെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല. എന്നേക്കുമായി അവൾ ഞങ്ങളെ വിട്ടുപോയി. എല്ലാവരും വീണ്ടും വിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും ഞാൻ അതിന് തയ്യാറായില്ല. ഇപ്പോൾ എനിക്ക് എന്റെ അമ്മുക്കുട്ടിയുടെ അമ്മയെ ശ്രീലക്ഷ്മിയിലൂടെ തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു. തോന്നലല്ല, അതാണ് ശരി. അത് അമ്മുക്കുട്ടിയുടെ മുഖത്തു നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശ്രീലക്ഷ്മിയെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചോട്ടെ? ഹരി ചോദിച്ചത് കേട്ടപ്പോൾ ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ താനെ നിറഞ്ഞു. ഹരിയുടെ സ്നേഹവും വാത്സല്യവുമെല്ലാം ശ്രീലക്ഷ്മി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ശ്രീലക്ഷ്മി ഒന്നും മിണ്ടാതെ തന്റെ അടുത്ത് നിന്നിരുന്ന അമ്മുക്കുട്ടിയെ തന്റെ 2 കൈകളും കൊണ്ട് കെട്ടിപ്പിടിച്ചു. ശ്രീലക്ഷ്മിക്ക് മറുപടി പറയാൻ പെട്ടെന്ന് കഴിയില്ല എന്ന് എനിക്കറിയാം. എന്തായാലും ശ്രീലക്ഷ്മിയുടെ മുഖത്തുള്ള ഈ ചിരി ഞാൻ ഒരു പോസിറ്റീവ് റിപ്ലൈ ആയി എടുക്കുന്നു. ഹരി അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ ശ്രീലക്ഷ്മിയുടെ മുഖത്തെ പുഞ്ചിരി അവൻ ചോദിച്ചതിന് സമ്മതമാണെന്നുള്ള ഉത്തരമായിരുന്നു. എങ്കിൽ ഞാൻ അമ്മയോട് പറയട്ടെ? ഹരി സന്തോഷത്തോടെ അവളോട് ചോദിച്ചു. അവൾ അപ്പോൾ മെല്ലെ തലയാട്ടി. അത് കണ്ടതും ഹരി സന്തോഷത്തോടെ അമ്മയോട് പറയാനായി അകത്തേക്ക് ചെന്നു. ഹരി അവളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഏറെ സന്തോഷമാണുണ്ടായത്. അവൻ അങ്ങനെ ഒരു മനസ്സ് തോന്നിയതിൽ അവരുടെ മനസ്സ് ഏറെ സന്തോഷിച്ചു. അന്നായിരുന്നു അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ആദ്യത്തെ രാത്രി. പാർവതി പോയ ശേഷമുള്ള ഹരിയുടെ ഒറ്റപ്പെടൽ മനസ്സിലാക്കി ഹരിയുടെ അമ്മ തന്നെയാണ് അന്ന് അവളോട് ആ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞത്. മോൻ ഒരു ദിവസം മുൻപ് ലക്ഷ്മിയുടെ ഒരു കൂട്ട് വേണമെന്ന് അവരും ആഗ്രഹിച്ചു. അവർ അവളെ നിർബന്ധിച്ച് ഹരിയുടെ മുറിയിലേക്ക് അയച്ചു. ലക്ഷ്മി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കണ്ടത് വലിയ കട്ടിലിൽ അമ്മ ഇല്ലാത്തതിന്റെ വേദന അറിയാതെ തന്റെ കളിപ്പാട്ടങ്ങളെ കെട്ടിപ്പിടിച്ച് സുഖമായി ഉറങ്ങുന്ന അമ്മുമോളെയാണ്. കട്ടിലിന്റെ ഓരോരത്തായി ഹരി അപ്പോൾ എന്തോ ആലോചനയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ ഓർമ്മകളിൽ അപ്പോഴും പാർവതി ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സത്യവും അതുതന്നെയായിരുന്നു. ഹരിയുടെ മനസ്സിൽ അവന്റെ പാർവതി അപ്പോഴും തങ്ങി നിൽപ്പുണ്ടായിരുന്നു. സാർ, ശ്രീലക്ഷ്മി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. അവൻ അപ്പോൾ തല ഉയർത്തി അവളെ നോക്കി. ഒരു നവവധുവിന്റെ ഭംഗിയുണ്ടായിരുന്നു ശ്രീലക്ഷ്മിക്കപ്പോൾ. അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശ്രീലക്ഷ്മി പതിയെ പറഞ്ഞു. ഹരി അപ്പോൾ അവളെ നോക്കി ചിരിച്ചു. അമ്മ എന്നോട് പറഞ്ഞിരുന്നു, ശ്രീലക്ഷ്മി ഇന്നു മുതൽ ഇവിടെ കിടന്നോളൂ, എന്നോടും മോളോടുമൊപ്പം. രാത്രി മോൾ എണീറ്റ് കരയുമ്പോൾ അവൾക്കതൊരു സന്തോഷമാകും, എനിക്കൊരു സഹായവും. ശ്രീലക്ഷ്മി വന്നേ. മോള് നല്ല ഉറക്കത്തിലാ. അവൾ ഇപ്പോൾ നല്ല സന്തോഷത്തിലാണല്ലോ. ആ സന്തോഷം ഒരിക്കലും ഇല്ലാതായി പോവരുത്. നമുക്ക് 2 പേർക്കും സന്തോഷത്തോടെ അവളെ വളർത്തണം. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ശ്രീലക്ഷ്മി. ഹരി അവളെ നോക്കി പറഞ്ഞു. അവൾ അപ്പോൾ ഹരിയെ നോക്കി ചിരിച്ചു. എന്നിട്ട് കട്ടിലിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന അമ്മുക്കുട്ടിയുടെ നെറ്റിയിൽ പതിയെ തലോടി. സാർ, എനിക്കറിയാം ഞാൻ ഒരിക്കലും പാർവതി ചേച്ചിക്ക് പകരമാകില്ലെന്ന്. ആ സ്ഥാനത്ത് വരാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കുകയുമില്ല. പക്ഷേ അമ്മുമോളെ എനിക്ക് ജീവനാണ്. ഇപ്പോൾ എനിക്കൊരു ജീവിതം വെച്ച് നീട്ടിയ സാറിന്റെയും മോളുടെയും ജീവിതത്തിൽ ചെറിയ വെളിച്ചമാകാൻ ഞാൻ ശ്രമിക്കാം. എന്റെ ജീവിതത്തിൽ വലിയ വെളിച്ചം തന്നവരാണ് നിങ്ങൾ. ഒരുപാട് നന്ദിയുണ്ട്. ഇടർച്ചയോടെ ശ്രീലക്ഷ്മി അത് പറയുമ്പോൾ ഹരിയുടെ കണ്ണുകൾ ആദ്യമായി നിറയുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവന്റെ മനസ്സൊന്ന് വല്ലാതെ ശാന്തമായതുപോലെ അവന് തോന്നി. അവൻ അപ്പോൾ ശ്രീലക്ഷ്മിയുടെ കൈകളിൽ പതിയെ അവന്റെ കൈ ചേർത്ത് പിടിച്ചു. താങ്ക്സ് ശ്രീലക്ഷ്മി, താങ്ക്സ് അലോട്ട്. അവൻ സ്വരമിടറിക്കൊണ്ട് പറഞ്ഞു. ശ്രീലക്ഷ്മി കിടന്നോളൂ, ലൈറ്റ് ഓഫ് ചെയ്യാം. അത് പറഞ്ഞ് ഹരി കട്ടിലിൽ അമ്മുക്കുട്ടിക്ക് അപ്പുറത്തായി ചെന്ന് കിടന്നോളൂ ശ്രീലക്ഷ്മി, അവൻ ഒരിക്കൽ കൂടി അവളോട് പറഞ്ഞു.
ശ്രീലക്ഷ്മി അപ്പോൾ പതിയെ അമ്മുമോളുടെ അരികിൽ ചേർന്ന് കിടന്നു. ഹരി ട്യൂബ് ലൈറ്റ് ഓഫാക്കി. മുറിയിലെങ്ങും സീറോ ബൾബിന്റെ വെളിച്ചം നിറഞ്ഞു. അമ്മുക്കുട്ടി അപ്പോൾ ഉറക്കത്തിൽ ഒന്ന് ചെറുതായി തിരിഞ്ഞു കിടന്നു. അവളെ ശല്യപ്പെടുത്താതെ ശ്രീലക്ഷ്മി അപ്പോൾ അവളെ പതിയെ തലോടി കൊടുത്തു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ സാമീപ്യം അറിഞ്ഞ അമ്മുക്കുട്ടി അവൾക്കരികിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. അമ്മിഞ്ഞപ്പാൽ നുകരാൻ എന്ന പോലെ ശ്രീലക്ഷ്മിയുടെ മാറിടത്തിലേക്ക് അവൾ മുഖം ചേർത്തു വെച്ചു. ആ ഉറക്കത്തിലും ശ്രീലക്ഷ്മിയുടെ സാന്നിധ്യം ഒരമ്മയുടെ വാത്സല്യമായി ആ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ ചുണ്ടിൽ അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അവൾ അമ്മുക്കുട്ടിയെ തന്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തലോടി കൊടുക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട ഹരിയുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുകയായിരുന്നു. വെളിച്ചമറ്റുപോയ അവരുടെ ആ മുറിയിൽ ആദ്യമായി സ്നേഹത്തിന്റെ സുഗന്ധം മൺമറഞ്ഞുപോയ തന്റെ പാർവതിയുടെ സാന്നിധ്യം അവൻ അനുഭവിച്ചറിഞ്ഞു. ആ മുറിയിലെ ശാന്തതയും സ്നേഹവുമാണ് ഏറ്റവും വലിയ സന്തോഷവും സൗഭാഗ്യവുമെന്ന് ഹരിയുടെ മനസ്സ് പറയുകയായിരുന്നു. അപ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ പതിയെ ഉറക്കത്തിലേക്ക് ചെന്നിരുന്നു. ഹരിയുടെ കണ്ണുകളാകട്ടെ കണ്ണിമ വെട്ടാതെ അമ്മുമോളെയും ശ്രീലക്ഷ്മിയെയും തന്നെ കാണുകയായിരുന്നു. ഒരു കാവൽമാലാകയെ പോലെ അമ്മുക്കുട്ടിയെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ശ്രീലക്ഷ്മിയെ ഹരി കണ്ണെടുക്കാതെ കണ്ടു. പാർവതിയുടെ ഓർമ്മകൾ തീരാവേദനയായി അവന്റെ മനസ്സിൽ അവശേഷിക്കുമ്പോഴും ശ്രീലക്ഷ്മി നൽകുന്ന ആശ്വാസത്തിന്റെ തണുപ്പ് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവരെ നോക്കി അങ്ങനെ ഏറെ നേരം കിടന്നിട്ടും അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അല്പനേരത്തിന് ശേഷം അവൻ അമ്മുമോളെ ഒന്ന് ചെറുതായി തലോടി. അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് കട്ടിലിൽ നിന്ന് എണീറ്റു. എന്നിട്ട് അവൻ പതിയെ ശ്രീലക്ഷ്മിക്ക് അരികിലേക്ക് ചെന്നു. പെട്ടെന്ന് അവൻ അവളുടെ അരികിൽ ചെന്ന് കിടന്നതും അവന്റെ സാമീപ്യം അവൾ അറിഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നോട് ചേർന്ന് കിടക്കുന്ന ഹരിയെ. അവളുടെ കണ്ണുകളിൽ അപ്പോൾ പരിഭ്രമം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവന്റെ പാർവതിയെ പോലെ തന്നെ ഒരു ഭാര്യയുടെ സ്നേഹവും സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്കെത്താനുള്ള ആഗ്രഹവുമാണ് അവളിലുണ്ടായിരുന്നത്. അവൾ അവനെ നോക്കി മൃദുവായി ചിരിച്ചു. അവൻ അപ്പോൾ അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു. നിന്നിലൂടെയാണ് ശ്രീലക്ഷ്മി ഞാൻ മുന്നോട്ട് ജീവിതം കാണുന്നത്, എന്റെ പാർവതിയെ കാണുന്നത്. എനിക്ക് നിന്നെ വേണം. അവൻ അത് പറഞ്ഞ് അവളെ ചേർത്തു പിടിച്ചു. അവരുടെ രണ്ടുപേരുടെയും മുഖവും ശരീരവും പരസ്പരം അടുത്തു വന്നു. ഹരി അപ്പോൾ ഒന്ന് അമ്മുക്കുട്ടിയെ നോക്കി അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒന്നുകൂടി ശ്രീലക്ഷ്മിക്ക് അരികിലേക്ക് ചേർന്ന് കിടന്നു. ഹരി മെല്ലെ അവളെ ചുംബിക്കാൻ തുടങ്ങി. ആ ചുംബനം വളരെ ആഴത്തിലുള്ളതായിരുന്നു. ചുംബനത്തിന്റെ ആഴം അനുഭവിച്ചുകൊണ്ട് അവൾ അവന്റെ കഴുത്തിൽ കൈ ചുറ്റിപ്പിടിച്ചു. ഭാര്യ മരിച്ച് മാസങ്ങളായി കണ്ണീർ വറ്റിപ്പോയ അവന്റെ കണ്ണുകളും അവന്റെ ശരീരവും മനസ്സും എല്ലാം തന്നെ അവന്റെ ഇണയായി ശ്രീലക്ഷ്മിയെ അവനോട് ചേർക്കുകയായിരുന്നു. മുറിയിൽ അപ്പോൾ AC-യുടെ ശബ്ദം മാത്രമുണ്ടായിരുന്നു. പുറത്തെ ലോകം അവർക്കായി കാത്തിരിക്കുന്നത് പോലെ ശാന്തമായിരുന്നു. ആ രാത്രി അവർ ശാരീരികമായി ഒന്നായി മാറുകയായിരുന്നു. തൊട്ടടുത്ത് സുഖമായി ഉറങ്ങുന്ന അമ്മുക്കുട്ടിയെ സാക്ഷി നിർത്തി ഹരി ശ്രീലക്ഷ്മിയുടെ ശരീരത്തെ അറിഞ്ഞു തുടങ്ങി. അവൾ അവന്റെയും. സമയം കടന്നുപോയപ്പോൾ ഒരു സുഖമുള്ള വേദനയ്ക്കപ്പുറം ഹരിയുടെ ജീവൻ അവളുടെ ഉള്ളിലേക്ക് പതിയെ തുടിപ്പോടെ ഓടിത്തുടങ്ങി. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഹരിയും ശ്രീലക്ഷ്മിയും ഒരുമിച്ചായിരുന്നു. അത്ര നാൾ ഹരി അനുഭവിച്ച ഒറ്റപ്പെടൽ ശ്രീലക്ഷ്മിയുടെ കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ മുതൽ മാറിപ്പോയിരുന്നു. പാതി വഴിയിൽ വെച്ച് പ്രിയപ്പെട്ടവളില്ലാതായപ്പോൾ അവൻ വീണുപോയ ആ വലിയ തളർച്ചയിൽ നിന്ന് ശ്രീലക്ഷ്മി അവനെ താങ്ങി ഉയർത്തുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ രാത്രിയിൽ ശ്രീലക്ഷ്മിയും ഹരിയും ചേർത്ത് പിടിച്ചുറങ്ങി. പല ദിവസങ്ങളിലും അവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായി. ഒരു മനസ്സോടെ ഇഷ്ടത്തോടെ അവർ രണ്ടുപേരും സകലതും മറന്നൊന്നു ചേർന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. ഇന്ന് അവർ എത്തി നിൽക്കുന്നത് ശ്രീലക്ഷ്മിയുടെ പ്രസവത്തിനായി ഹോസ്പിറ്റൽ റൂമിലാണ്. ഹരി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ VIP ബർത്ത് സ്യൂട്ടാണ് ശ്രീലക്ഷ്മിക്ക് പ്രസവത്തിനായി ഒരുക്കിയിട്ടുള്ളത്. അവന്റെ ഡിപ്പാർട്ട്മെന്റ് ഗൈനക്കോളജി അല്ലെങ്കിലും ഡോക്ടറോടൊപ്പം തന്നെ ശ്രീലക്ഷ്മിയുടെ പ്രസവം എടുക്കാൻ റൂമിൽ ഹരിയും ഉണ്ടായിരുന്നു. താൻ ആ നിമിഷത്തിൽ അവളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നും തന്റെ കൈകൊണ്ടായിരിക്കണം കുഞ്ഞു പുറത്തു വരേണ്ടതെന്നുമുള്ള ഒരു കുഞ്ഞാഗ്രഹം ഹരിക്കുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അപ്പോൾ പ്രസവവേദന കൊണ്ട് റൂമിൽ കിടന്നു പുളയുകയായിരുന്നു. അമ്മയും അമ്മുക്കുട്ടിയും റൂമിന് പുറത്തുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി മോളെ, പെയിൻ വരുമ്പോൾ കരയാതെ പുഷ് ചെയ്യൂ മോളെ, ശ്രീലക്ഷ്മിയുടെ ഡോക്ടറായ രേവതി മേഡം അവളോട് സ്നേഹത്തോടെ പറയുന്നുണ്ടായിരുന്നു. ഹരിയേട്ടാ ഞാൻ ചത്തുപോകും, എനിക്ക് വയ്യ ഹരിയേട്ടാ, അയ്യോ അമ്മേ. ശ്രീലക്ഷ്മി ഒട്ടും വയ്യാതെ കരയുകയായിരുന്നു. മോളെ ലച്ചു, ഒന്നുമില്ലടാ, പേടിക്കല്ലേ, ഏട്ടനില്ലേ കൂടെ, നീ ശ്വാസം വലിച്ചെടുത്ത് പുറത്തേക്ക് വിടുമോളെ, നന്നായി പുഷ് ചെയ്യൂ, ഒന്ന് ശ്രമിക്കൂ മോളെ. അവളുടെ നെറ്റിയിലും മുഖത്തും തലോടി കൊടുത്തുകൊണ്ട് ഹരി പറഞ്ഞു. അവൾക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി അവൻ ഒരു കൈകൊണ്ട് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു.
ഒരു ഡോക്ടറാണെങ്കിലും മനസ്സുകൊണ്ട് ശക്തനാണെങ്കിലും ഒരുപാട് സർജറി ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തം ഭാര്യയുടെ വേദന കാണുമ്പോൾ ഹരിക്ക് പിടിച്ചു നിൽക്കാനാകുന്നുണ്ടായിരുന്നില്ല. ആ ബെഡിൽ കിടന്ന് ശ്രീലക്ഷ്മി പുളയുന്നത് കാണുമ്പോൾ അവന്റെ നെഞ്ച് വല്ലാതെ നീറുകയായിരുന്നു. അവന്റെ നെറ്റിയിലാകെ വിയർപ്പ് കണങ്ങൾ നിറഞ്ഞു തിളങ്ങുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിക്ക് അപ്പോഴേക്കും വേദന കൂടി വന്നു. ഒടുവിൽ പ്രസവത്തിന്റെ ഏറ്റവും നിർണായക നിമിഷം എത്താനായപ്പോൾ അവളുടെ ഡോക്ടർ ഒന്നുകൂടെ ഉച്ചത്തിൽ പറഞ്ഞു, ശ്രീലക്ഷ്മി മോളെ പിറകോട്ട് പോകല്ലേ മോളെ, ശക്തിയായി പുഷ് ചെയ്യൂ മോളെ. ഡോക്ടർ അത് പറയുമ്പോൾ ശ്രീലക്ഷ്മി വേദന സഹിച്ച് ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മുകളിലേക്ക് പോകാൻ തുടങ്ങി. എനിക്ക് വയ്യ ഹരിയേട്ട, എനിക്ക് ബോധം പോകുന്ന പോലെ തോന്നുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശ്രീലക്ഷ്മി കരഞ്ഞുകൊണ്ട് പാതി മയക്കത്തിൽ എന്ന പോലെ ഹരിയോട് പറഞ്ഞു. മോളെ ഇതാ കഴിഞ്ഞു, നീ ഒന്നുകൂടെ ശക്തിയായി നോക്കു മോളെ. അവൻ അവളുടെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു പറയുമ്പോൾ ശ്രീലക്ഷ്മിയുടെ ശരീരം കിടന്ന് വിറയ്ക്കുകയായിരുന്നു. ഒരമ്മയാകാൻ അവൾ കടന്നു പോകുന്ന കഠിനമായ പ്രയത്നം കൺമുന്നിൽ കാണുമ്പോൾ അവന്റെ ഹൃദയം വല്ലാതെ ഉലഞ്ഞുപോയി. പാർവതി അമ്മുക്കുട്ടിയെ പ്രസവിക്കാൻ ലേബർ റൂമിലായിരുന്നപ്പോൾ താൻ ഒപ്പം ഉണ്ടായിരുന്നില്ല. അവൾ അനുഭവിക്കുന്ന വേദന കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൂടെ കയറാഞ്ഞത്. എന്നാൽ തന്റെ സാമീപ്യം അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെന്ന് ഡെലിവറി കഴിഞ്ഞ ശേഷമാണ് അവൾ പറഞ്ഞത്. ആ ഒരു വിഷമം ശ്രീലക്ഷ്മിക്കില്ലാതിരിക്കാനാണ് താൻ ഒപ്പം കയറിയതും കൂടെ നിൽക്കുന്നതും. എന്നാൽ അവളുടെ പിടച്ചിൽ കൺമുന്നിൽ കാണുമ്പോൾ ഹരിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായില്ല. അവൻ മുമ്പ് കണ്ടിട്ടില്ലാത്തത്ര തീവ്രമായൊരു വേദന അവൻ തന്റെ കൺമുന്നിൽ കാണുകയായിരുന്നു. പെട്ടെന്ന് ഹരിയുടെ കാഴ്ച മങ്ങി തുടങ്ങി. മുറിയിലെ വെളിച്ചം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി തുടങ്ങി. പെട്ടെന്നൊരു ഇരുട്ട് വന്ന് അവന്റെ കണ്ണിലേക്ക് തറച്ചു കയറി. അവന്റെ കാൽമുട്ടുകൾ മടങ്ങി. ഒരു ഡോക്ടറായ ഹരി സ്വന്തം ഭാര്യയുടെ പ്രസവവേദന കണ്ടു നിൽക്കാനാകാതെ തല കറങ്ങി പിന്നിലേക്ക് വീഴാൻ തുടങ്ങി. അത് കണ്ടതും അവന്റെ പിന്നിൽ നിന്ന സീനിയർ നേഴ്സ് പെട്ടെന്ന് തന്നെ അവനെ താങ്ങി നിർത്തി കസേരയിൽ ഇരുത്തി. അയ്യോ സാർ, എന്തു പറ്റി? നേഴ്സുമാർ അവനോട് ചോദിച്ചു. ഒന്നുമില്ല, ചെറിയൊരു തലകറക്കം. ഹരി അത് പറഞ്ഞ് അവിടെ ടേബിളിലേക്ക് തലവെച്ച് കിടന്നു. നേഴ്സുമാർ അപ്പോൾ ഹരിക്ക് വേഗം വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. ഹരിയുടെ മനസ്സപ്പോൾ അവന്റെ പാർവതിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഈ വേദന സഹിച്ചാണ് എന്റെ പാർവതി എനിക്ക് അമ്മുക്കുട്ടിയെ തന്നത്. എന്നിട്ടും എന്റെ കൂടെ ജീവിക്കാൻ പറ്റാതെ പോയി. ഇപ്പോൾ എന്റെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ എന്റെ ലച്ചുവും ഇതാ അതേ വേദന സഹിക്കുന്നു. ഹരിക്കൊട്ടും വയ്യാതെ അവൻ ആകെ തളർന്നു പോവുകയായിരുന്നു. ശ്രീലക്ഷ്മിയുടെ കരച്ചിൽ അപ്പോഴും അവന്റെ കാതിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അവളെ ആശ്വസിപ്പിക്കണമെന്നും കുഞ്ഞു വരുമ്പോൾ അവളോടൊപ്പം നിൽക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവൻ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവൻ ശ്രീലക്ഷ്മിയുടെ കരച്ചിൽ കാതിൽ കേട്ടുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് കൈ നെഞ്ചിൽ വെച്ച് അവിടെ മേശപ്പുറത്ത് കിടന്നു. അവൻ ഒട്ടും വയ്യായിരുന്നു. അപ്പോഴാണ് അവൻ അതറിയുന്നത്. തന്നെ തഴുകിക്കൊണ്ട് ഒരു നേർത്ത തണുത്ത സ്പർശം. അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. മുറിയിൽ ഡോക്ടറും നേഴ്സുമാരും ശ്രീലക്ഷ്മിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു തണുത്ത സ്പർശം അപ്പോഴും അവനെ തഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവന്റെ മനസ്സിനെ തലോടിക്കൊണ്ട് അവന്റെ പാർവതി അവന്റെ കണ്ണിൽ തെളിഞ്ഞു. ഒരു നിമിഷം ഹരി ഞെട്ടിപ്പോയി. എന്റെ പാർവതി മോളെ. കണ്ണിലും മനസ്സിലും പാർവതിയുടെ സ്നേഹം നിറഞ്ഞുകൊണ്ട് അവൻ ചുറ്റിലും നോക്കി. പക്ഷേ ഹോസ്പിറ്റൽ സ്റ്റാഫും ശ്രീലക്ഷ്മിയും അല്ലാതെ മറ്റാരും അവിടെയില്ല. എങ്കിലും ആ തണുത്ത സ്പർശം അവന് നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞു. അതവന്റെ പാർവതിയാണെന്ന് അവൻ ഉറപ്പായിരുന്നു. പാർവതിയുടെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. തന്റെ അമ്മുക്കുട്ടിക്ക് സ്നേഹമുള്ള ഒരമ്മയെ കിട്ടിയതിലും അവളുടെ ഹരിയേട്ടന് വേണ്ടി ശ്രീലക്ഷ്മി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിലും അവൾ അതിയായി സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് ഹരിക്ക് അപ്പോൾ തോന്നി. അതവന്റെ ഭർത്താവ് എന്ന നിലയിലുള്ള ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള അവളുടെ ഒരു അനുഗ്രഹമായിരുന്നു. പെട്ടെന്ന് ഹരിയുടെ കണ്ണിലെ ഇരുട്ട് എങ്ങോ മാഞ്ഞു പോയ പോലെ അവന് തോന്നി. അവന്റെ മനസ്സിൽ ഒരു ശാന്തത നിറഞ്ഞു. ഒരു നിമിഷം അവൻ പാർവതിയോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു പോയി. അപ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെ ഉച്ചത്തിലുള്ള ഒരു അലർച്ച കേട്ട് ഹരി ഒരു നിമിഷം അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കിയതും കുഞ്ഞിന്റെ നേർത്ത കരച്ചിൽ അവന്റെ കാതിൽ കേട്ടു. അപ്പോഴേക്കും കുഞ്ഞു പൂർണ്ണമായും പുറത്തു വന്നിരുന്നു. ശ്രീലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും അപ്പോൾ കണ്ണുനീർ ഒഴുകുകയായിരുന്നു. അവൻ അപ്പോൾ വേഗത്തിൽ ഓടിച്ചെന്ന് ശ്രീലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു. അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. കണ്ണുനീർ ഒഴുകുന്ന കവിൾത്തടങ്ങളിൽ ഉമ്മ വെച്ചു. അവളെ പതിയെ വാരിപ്പുണർന്നു. ഹരിയും ശ്രീലക്ഷ്മിയും അപ്പോൾ കരയുകയായിരുന്നു. ഹരിസാറിന് ആൺകുട്ടിയാണ് കേട്ടോ, ഡോക്ടർ അപ്പോൾ ഹരിയോട് പറഞ്ഞു. ഹരിയുടെ ചുണ്ടിൽ അപ്പോൾ ഒരു ചിരി പടർന്നു. സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരച്ഛന്റെ ചിരി. അവൻ അപ്പോൾ ഡോക്ടറുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. കുഞ്ഞിന്റെ കുഞ്ഞു നെറ്റിയിൽ പതിയെ ഒരു ഉമ്മ വെച്ചു. ശേഷം കുഞ്ഞിനെ ലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് കിടത്തിക്കൊടുത്തു. കരഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. ഹരി അപ്പോൾ ശ്രീലക്ഷ്മിയുടെ നെറ്റിയിൽ ഒന്നുകൂടി ചുംബിച്ചു. താങ്ക് യു ശ്രീലക്ഷ്മി, താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തതിന് നന്ദി, മരണവേദന സഹിച്ചതിന് നന്ദി, അവൻ പറഞ്ഞു. എനിക്ക് എന്റെ മോളെ കാണണം. അമ്മുമോൾ എവിടെ? ശ്രീലക്ഷ്മി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. പുറത്തുണ്ട്, കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കാം. ഇവിടുത്തെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഇപ്പൊ തന്നെ കാണാട്ടോ, അവൻ അവളോട് പറഞ്ഞു.
അവളാണ് എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത്. അവൾക്ക് കൊടുക്കണം എനിക്ക് എന്റെ കുഞ്ഞിനെ. കരഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു. ഹരി അപ്പോൾ ശ്രീലക്ഷ്മിയെയും തന്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സിൽ അവന്റെ പാർവതിക്ക് നന്ദി പറയുകയായിരുന്നു. ആ ഹോസ്പിറ്റൽ മുറിയിൽ അപ്പോൾ അവളുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി അവൻ അനുഭവിക്കാനായി. ജീവിച്ചു കൊതിതീരും മുൻപ് മൺമറഞ്ഞു പോയ അവന്റെ എല്ലാമായിരുന്ന പാർവതിയുടെ സാന്നിധ്യം, ശ്രീലക്ഷ്മിയോടുള്ള അവന്റെ സ്നേഹം കണ്ട് ഒരു നിമിഷം അങ്ങ് ദൂരെ സ്വർഗത്തിലിരുന്ന് പാർവതിയുടെ കണ്ണുകളും നിറഞ്ഞിരിക്കണം. വരുന്ന ജന്മത്തിലെങ്കിലും ഹരിയുടേതാകാൻ, കൊതി തീരും വരെ ജീവിക്കാൻ പാർവതി അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കാരണം ഹരി അവളുടെ ജീവനായിരുന്നു, പ്രാണനായിരുന്നു. ആ പ്രാണൻ ഇപ്പോൾ ശ്രീലക്ഷ്മിയുടേത് മാത്രമാണ്. ഒപ്പം അമ്മുക്കുട്ടിയുടെയും അവരുടെ പുതിയ കുഞ്ഞുവാവയുടേതും. സ്നേഹത്തിനും സന്തോഷത്തിനുമൊപ്പം ഇടറുന്ന മനസ്സോടെ പാർവതിയുടെ ആത്മാവ് ആ കാഴ്ച കണ്ണു നിറയെ കണ്ടു. തനിക്ക് കിട്ടാതെ പോയ സകല സൗഭാഗ്യങ്ങളും അവൾക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിഷമഘട്ടത്തിൽ ഹരിക്ക് നൽകാനാകുന്ന സ്വാന്തനം നൽകിക്കൊണ്ട് അവളുടെ ആത്മാവ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങി. ജീവിച്ചു കൊതി തീരാതെ ആരും ഇവിടെ നിന്ന് പോകാതിരിക്കട്ടെ. പ്രാണനായവരെ ആത്മാവിന്റെ ലോകത്ത് നിന്ന് കാണുന്നവരുടെ പിടച്ചിൽ തന്നെ പോലെ ഇനി മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അവരെ കൺനിറയെ കണ്ടുകൊണ്ട് അവന്റെ പാർവതി ആത്മാക്കളുടെ ലോകത്തേക്ക് പോയി ചേർന്നു. ഹരിയും കുഞ്ഞും ശ്രീലക്ഷ്മിയും അപ്പോൾ മറ്റൊരു ലോകത്തായിരുന്നു. 3 പേരും ഒരുമിച്ച് കിടന്ന് നിറഞ്ഞ കണ്ണുകളോടെ പുതിയ സന്തോഷത്തിന്റെ ലോകത്തിൽ.